പറ്റുന്നൊരു കാര്യം. ഇത്രയും കാലം നാം ഒരുപാട് കാര്യം ക്ഷമിച്ചല്ലേ. 2016 പറഞ്ഞ ശമ്പളമാണിത്. 40,000 രൂപ ശമ്പളം. 2016 സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. 2016 ജഗദീഷ് പ്രസാദ് കമ്മിറ്റി. ആരാ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി? കേന്ദ്ര സർക്കാർ നിയോഗിച്ച, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനത്തും 8 കേന്ദ്ര ഭരണ പ്രദേശത്തും പോയി തെളിവെടുപ്പ് നടത്തി ആ സംസ്ഥാനങ്ങളിൽ എത്ര ശമ്പളം കൊടുക്കാൻ ആശുപത്രി കഴിവുണ്ട് എന്ന് വിലയിരുത്തിയതിനു ശേഷം ആ ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയാണ് പറഞ്ഞാണ് 200 കിടക്കകൾക്ക് മുകളിൽ ആശുപത്രി സർക്കാർ നഴ്സുമാർക്ക് കിട്ടുന്നതിന് തുല്യമായ ശമ്പളം. 2016 പറഞ്ഞിരിക്കുമ്പോൾ 10 വർഷം കിട്ടും. നമ്മളിപ്പോഴും ചോദിക്കുന്നത് 2016 ആ പറഞ്ഞ കാര്യത്തിലാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആവശ്യം നിങ്ങൾ കണ്ടാവും അല്ലേ? എത്ര രൂപ പറഞ്ഞത്? 69,000 ആക്കണം. അടിസ്ഥാനപരമായി 69,000 ആക്കണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും നിൽക്കുന്നത് എവിടെയാണെന്നുള്ള പറ്റി ധാരണ. അപ്പൊ ഇവര് വരും, ഞങ്ങൾ 30,000 കൊടുക്കുന്നത് വലിയ സംഭവമായിട്ടാണ് വരല്ലേ. 30,000 കൊടുക്കുന്നത് ഒരു ദിവസം ടിൻഡുവിന് വഴിയോട്ട് ഞാൻ ടിൻഡു കൊടുത്തോ സംസാരിച്ച് പിറ്റേന്ന് ടിൻഡുവിന് സംഘടന പറഞ്ഞിട്ടുണ്ട് സമരം കഴിഞ്ഞാൽ കുറച്ച് മുഖ്യധാരയ്ക്ക് വരണം. എന്തായാലും ടിൻഡുവിനെ അമരാമേനന്റെ മുഖ്യധാരയ്ക്ക് കൊണ്ടുവന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. കാരണം എവിടെ പോയപ്പോൾ ടിൻഡുവിനെ തിരിച്ചറിയില്ലേ? കാരണം കൃത്യമായിട്ട് അവർ എന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കാര്യങ്ങളിട്ട് അവർ നമുക്ക് വേണ്ടി നല്ല അഡ്വർടൈസ്മെന്റ്. അപ്പോ ഇതൊരു അവകാശബോധ സമരമാണ്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ ഞാൻ ജൂബിലി കയറിയപ്പോൾ പോലും നമ്മളൊരു ശമ്പളം മാത്രം പോരാ, കോൺട്രാക്ട് വ്യവസ്ഥ ഉണ്ട് ഇല്ലേ? എന്താണ് ഈ കോൺട്രാക്ട് വ്യവസ്ഥയുടെ കാര്യം? ഏതായാലും ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ് കോൺട്രാക്ട്. ഒരു 10 മാസം ആയിരുന്നു അത് വീണ്ടും അത് കൊടുക്കുക, അതിങ്ങനെ പുതുക്കൊണ്ടേയിരിക്കും. അതായത് അർത്ഥമൊന്നുമില്ല. എന്താണോ ഇവർക്ക് നമ്മൾ ഇഷ്ടക്കേടുള്ളതായി പറഞ്ഞു അപ്പം പിരിച്ചുവിടാൻ ഒരു മാർഗം. പക്ഷെ അങ്ങനെ പിരിച്ചുവിടണമെങ്കിൽ അവിടെ യൂണിയൻ ഇല്ലാതാണ്. ഒരു ശക്തമായ സംഘടനാ സംവിധാനമുള്ളവർക്ക് ഒരു കാലഘട്ടത്തിൽ ചെയ്യാമല്ല. മുന്നോട്ട് ഇവര് പറയേണ്ടത് 30,000 കിട്ടുന്നത് 32,000 കിട്ടുന്നല്ലേ? ഇത് ഇവർ ഔദാര്യം കൂടി തന്നാണോ? 2023 നമ്മൾ സമരം ചെയ്ത് തന്നെയാണ് അല്ലെ? ഇവരടക്കാൻ വർഷം 2018 സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളമാണ്. ജൂബിലി മിഷന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ജൂബിലി മിഷനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ആശുപത്രി. 800 കോടി രൂപ വരും. നിങ്ങളുടെ ആശുപത്രി അവർ 800 കോടി മുകളിലാണ്. പക്ഷെ കുറച്ച് പെട്ടെന്ന് കുറച്ച് കളിച്ചു, എന്നിട്ട് 600 ബാക്കി എന്താക്കി ശമ്പളം കുറച്ചു. അപ്പോ ഇങ്ങനെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഓരോ പേര് പറഞ്ഞ് വെട്ടിക്കുറക്കുന്ന ഇത്തരം ആശുപത്രികളെ ഇനിയും തുടരാൻ വെച്ചു. ആശുപത്രി തുടങ്ങിയ ശമ്പളം 32,000, അല്ലെങ്കിൽ കിംസിന് 32,000. കാരണം 300 ഈ അവൈറ്റിന്റെ ആശുപത്രി അല്ലെ, 2 മാസം ശമ്പളം കിട്ടിയ ആശുപത്രിയാണ് പാലക്കാട് അവൈറ്റ്. അവിടെ എല്ലാം 30,000 രൂപക്ക് മുകളിൽ നഴ്സുമാർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ കിട്ടുക. അപ്പൊ ചെറിയ ആശുപത്രി നമ്മൾ ചന്ദ്രവതി 32,000 രൂപ ശമ്പളം കൊടുക്കുന്നു. ചന്ദ്രവതി ഈ പറയുന്ന അവരിൽ തമ്മിലുള്ള വ്യത്യാസം. ഇവര് രോഗികൾക്ക് ഈ പണം വാങ്ങുന്നില്ലേ? നേഴ്സിംഗ് ചാർജ് ഇനത്തിൽ വാങ്ങുന്ന ശമ്പളത്തിന്റെ 40% തന്നാൽ 40,000 രൂപ ശമ്പളമാക്കാൻ പറ്റും. പക്ഷെ ശമ്പളം കൊടുക്കില്ല. നമ്മളെ കൊണ്ട് 6-12 കൊണ്ട് എത്ര ആൾക്കാർ 6 മണിക്കൂർ കൃത്യമായി ഇറങ്ങിക്കൊണ്ട് ഇല്ലോ? അതായത് 6 മണിക്കൂർ 7 മണിക്ക് കയറിയാൽ 1 മണിക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഇറങ്ങി പോകാൻ 3 മണി 4 മണിയാവുണ്ട്. അതിന് ഓവർ ടൈം ഇല്ലല്ലോ. നമ്മുടെ അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ അവകാശങ്ങൾ തരുന്നുണ്ടെന്ന് കൂടി ആര് ഉറപ്പിക്കണം? നിലവിൽ ഉറപ്പിക്കണം. അല്ലാതെ സമരത്തെ വർഗീയതയിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് തകർക്കാമെന്ന് ശ്രമിച്ചാൽ അമല ആശുപത്രിയോട് പറയുന്നു അതിവിടെ നടക്കില്ല എന്നുള്ള കാര്യം മെയ് 1 നമ്മൾ ലോക തൊഴിലാളി ദിനത്തിൽ ജൂബിലി മിഷനിലേക്ക് നമ്മൾ മാർച്ച് നടത്തുന്നു. അപ്പൊ എന്നോട് ഗ്രോബിൻ ഗ്രൂപ്പിലെ മെസ്സേജ് മെയ് 12 എങ്ങോട്ട് വേണം? അമലേക്ക് വേണം. അപ്പൊ ഞാൻ ചോദിച്ചു മെയ് 12 ഒരു സമരം തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ തീർക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം നേടിയെടുക്കാൻ ഞങ്ങൾ ഉള്ളിലെത്തില്ല.
അതാണ് യഥാർത്ഥത്തിൽ ഒരു നേതൃത്വം പറയുന്നത്. ഉജ്ജ്വലമായി പോരാടുക. ഈ പോരാട്ടം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാവുന്നതല്ല, ഒരു തലമുറയ്ക്ക് ആവേശം നൽകുക എന്നത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ സമരം വിജയിക്കുന്നതിന് ശക്തമായ പോരാട്ടം എന്തായാലും മെയ് 12 വരെ കാക്കേണ്ടി വരില്ല. മെയ് 1 കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് നമ്മൾ വരും. കാരണം ജൂബിലിയിലേക്ക് നമ്മുടെ 10,000 ആൾക്കാർ കൊണ്ടുവരുന്നത് വെച്ചാൽ അവിടെ 5-6 ഗേറ്റ് ഉണ്ട്. അപ്പൊ ഒറ്റ ഗേറ്റിനോട് പ്രധാനമായിട്ട് അപ്പൊ ഇന്നലെ നിങ്ങൾ മനോഹരമായിട്ട് അതിനുള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടീസ് ഇടില്ലേ? എനിക്ക് അച്ഛൻ വിചാരിക്കണ്ടാവും ആ പൈസക്കും ലാഭിക്കുന്നത് അല്ലേ? ആണോ? വാട്സപ്പിലുണ്ടെന്ന് എല്ലാവർക്കും അപ്പൊ അതിന് ചെലവുണ്ടാവില്ല ആഘോഷത്തിന്. അപ്പൊ എന്തായാലും നിങ്ങൾ യൂണിറ്റ് എല്ലാവരും കൂടെ അവിടെ പോയി കൃത്യപ്പതി കാര്യം ജോലി ചെയ്യപ്പെടില്ല. നിങ്ങളവിടെ പോകുമ്പോ കാരണം അവര് പറയുന്നത് ടിന്നുവിനാണ് വാശിയുണ്ട്. അപ്പൊ ഇന്നലെ അവർക്ക് മനസ്സിലാവും ടിന്നുവിനല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വാശിയുണ്ട് ഈ ശമ്പളം കിട്ടാനുള്ളത്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചാൽ നിങ്ങൾ എല്ലാവരും UN സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യണം. അത് പ്രിയപ്പെട്ടവർ ഉജ്ജ്വലമായി സമരം തുടരുക. ഈ സമരം സമ്പൂർണ്ണമായി വിജയിച്ച് മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറുള്ളൂ. അധികം വൈകാരത്തിന്റെ ഉള്ളിൽ നിന്ന് കൂടുതലും പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ സമരം അത് കൂടുതൽ ആവേശജനമാക്കി മാറ്റും. ഇപ്പൊ അവർ പാലയിലും കോട്ടയത്തു നിന്നൊക്കെ നഴ്സുമാരെ കൊണ്ടുവരുന്ന പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നോക്കുന്ന പോലെ വിദ്യാർത്ഥികൾ വെച്ച മറ്റു ശരിക്കും വിദ്യാർത്ഥികൾ വെച്ച് നോക്കാൻ പാടില്ല അല്ലേ? വിദ്യാർത്ഥികൾ ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ അവർ രജിസ്ട്രേഷൻ വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്താ ട്രെയിനി കുട്ടികൾക്ക് ശമ്പളം കൂട്ടിച്ചു വെച്ചാൽ അവരെന്താ പറയാ, ട്രെയിനി കുട്ടികൾക്ക് അവരിപ്പോ വന്നു കയറിയുള്ളൂ, അവർക്ക് ഇത്ര ശമ്പളം കൊടുക്കുന്നത്. ഇതേ ട്രെയിനി കുട്ടികൾ വെച്ച് നൈറ്റിൽ ഒറ്റ കൊണ്ടുകൊണ്ടിരിക്കും. ഓരോ ഒരു ട്രെയിനി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന എന്താണ്, ട്രെയിനി കുട്ടികൾക്ക് ട്രെയിനർ വേണം അല്ലെ? അങ്ങനെ എന്താ അവിടെ? അതായത് ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് ഈ നഴ്സിംഗ് ജീവനക്കാരെ കാണുന്നു എന്നതാണ് പ്രശ്നം. അപ്പൊ ആ അടിമക്കാലം പോയി ഉജ്ജ്വലമായി പോരാടുക. നിങ്ങൾക്കൊപ്പം ലോകമെമ്പാടുമുള്ള നഴ്സുമാരും മനുഷ്യ സ്നേഹികളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോ ജോബിനും ടിൻഡൊക്കെ തന്നെ പറഞ്ഞ് ഓരോരുത്തരും മിഠായി കൊടുത്തിരുന്നു, കടല കൊടുത്തിരുന്നു, ഭക്ഷണം വരെ പറയുന്ന നിങ്ങളോടൊപ്പമാണ് ഈ സമൂഹം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ശക്തമായി പോരാടുക. നിങ്ങൾക്കൊപ്പം ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളും അതുപോലെ നഴ്സിംഗ് സമൂഹം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.